ഹലോ, മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെ ഇന്നത്തെ പത്തരമാറ്റ എപ്പിസോഡിൽ ദേവയാനി സോഫയിലിരുന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. നയനയും ആദർശം തിരിച്ചു വരുന്നത് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ജലജ എത്തുകയും ജലജ ഒരുപാട് ദേവയാനിയെ പിരിയേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നയനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുകയും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അവൾ കൊണ്ടാണ് ബിസിനസ് ഇത്രയും മെച്ചപ്പെട്ടതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ്, ഇനി നാളെ അവളൊരു പോസ്റ്റ് കമ്പനിയിൽ ചോദിച്ചാൽ അവൾക്കത് ഇവിടെയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ അത് കൊടുക്കുകയും പിന്നെ രാവിലെ ആദർശിൻ്റെ കൂടെ തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ഒരുപാട് പിരികേറ്റുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനയും ആദർശവും അവരുടെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. അവർ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നയന എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ആദർശിൻ്റെ കൈ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ എന്ത് കാര്യവും മുത്തശ്ശന് ഹാപ്പിയാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആദർശന് നയനയെ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നയനക്കും അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് ജലജ വീണ്ടും ദേവയാനിയെ രാത്രി ലേറ്റായപ്പോൾ ദേവയാനി ഉറങ്ങാത്തത് കണ്ട് ജലജ വീണ്ടും ഹാളിലേക്ക് വരികയും സോഫയിലേക്ക് വരികയും വീണ്ടും പിരിയേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിനക്കൊന്ന് വിളിച്ചു നോക്കരുതോ എന്ന് പറയുകയും അപ്പോൾ ദേവയാനി ആദർശിനെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ബീച്ചിൽ കടൽ തിരമാലകൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഏത് വിവരദോഷമാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അമ്മയായിരുന്നു. അങ്ങനെ അവർ ഫോൺ എടുക്കാതെ അവരുടെ സുന്ദര നിമിഷം ആസ്വദിച്ചു. ഇത് കഴിഞ്ഞ് വീണ്ടും ജലജ ഒരുപാട് ദേവയാനിയെ പിരിയേറ്റി കൊടുക്കുന്നുണ്ട്. ദേവയാനി ജലജയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അനാമികയുടെ വീട്ടിൽ രാത്രി അനിയെ വിളിച്ചു നോക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ സ്വയം അനാമിക ചിന്തിക്കുന്നുണ്ട്. സാധാരണ അനിയെ വിളിച്ചു നോക്കുമ്പോൾ എൻഗേജ്ഡാണ് ഉണ്ടാവാറ്. അവർ തമ്മിൽ ബന്ധമൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാണ് അനിയെ വിളിച്ചു നോക്കുന്നത്. അപ്പോൾ അനിയുടെ ഫോൺ റിങ് ചെയ്യുകയും അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നയനയും ആദർശം വീട്ടിലേക്ക് എത്തുകയും ഡോറ് പൂട്ടി കിടക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് നയന പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അവിടെ അമ്മ സോഫയിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനി ഒരുപാട് ചൂടാവുകയും ചെയ്തു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ ദേവയാനി ആദർശിനെതിരെ വീണ്ടും സൗണ്ട് എടുത്ത് പറയുകയാണ്, നീ എല്ലാം മുത്തശ്ശൻ്റെ തലയിൽ ഇടണ്ട എന്ന് പറഞ്ഞ് ആദർശിനോട് ഒരുപാട് ചൂടാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടന് സങ്കടമാവുന്നില്ലേ അമ്മ ദേഷ്യം പിടിച്ച് പോയപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ, അത് നീ പറഞ്ഞതുപോലെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതാക്കുന്നത് എന്ന് സങ്കടപ്പെടുന്നത് എന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ അവർ ആ സീൻ കഴിഞ്ഞ് തുടർന്ന് കാണിക്കുന്നത് കിരണും ആദർശൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. കിരൺ ഒരുപാട് ജീവിതത്തെക്കുറിച്ച് ആദർശിനെ ഉപദേശിക്കുകയും ഭാര്യയെ ഒരുപാട് നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെ ഉപദേശിക്കുകയും ഉടനെ തന്നെ ഒരു കുഞ്ഞ് ആവണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളായിരുന്നു അവർ ഇരുവരും. ഇതൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റ എപ്പിസോഡിൽ സംഭവിച്ചത്. കൂടാതെ അവർ ഹണിമൂണിലേക്കുള്ള ഒരു പ്ലാൻ കൂടി കിരൺ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്.